170ാമത് ശ്രീനാരായണ ജയന്തിയുടെ ഭാഗമായി SNDP യൂണിയൻ പതാകാ ദിനം ആചരിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയനും ശാഖകളും പതാകാ ദിനം ആഘോഷിച്ചു. കൊടുങ്ങല്ലൂർ യൂണിയൻ ഓഫീസിന് മുന്നിൽ യൂണിയൻ ചെയർമാൻ PK രവീന്ദ്രൻ പതാക ഉയർത്തി. ഞങ്ങൾ പതാക ഉയർത്തുകയെന്ന ചടങ്ങാണ് ജയന്തിയുടെ ആഘോഷത്തിന് മുന്നോടിയായിട്ട് ചെയ്തു വരുന്നത്. ഇന്നിപ്പോൾ നേരത്തെ കൺവീനർ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ SNDP ഭവനങ്ങളിലും ശാഖാമന്ദിരങ്ങളിലും കവലകളിലും ഒക്കെ തന്നെ പീത പതാകകൾ ഉയർത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരു ജയന്തിയുടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി. ശ്രീനാരായണ ഗുരു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു അവതാരമായിട്ടാണ് ഞങ്ങളെല്ലാവരും കണ്ടുവരുന്നത്. അപ്പോൾ ആ അവതാരകൻ്റെ ജന്മദിനം വളരെ സന്തോഷത്തോടു കൂടി കുടുംബാംഗങ്ങളോടൊത്ത് എല്ലാവരും കൂടി ചേർന്നുള്ളൊരു ഘോഷയാത്രയോട് കൂടിയിട്ട് ആഘോഷിക്കുവാനാണ് കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ്റെ എല്ലാ കാലങ്ങളും കൊള്ളതേപോലെ തവണയും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ജയന്തി ആഘോഷം വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ച് മേളങ്ങളൊക്കെ ലഘൂകരിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്കാണ് പ്രധാനം കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുന്ന യോഗം നവരാത്രി മണ്ഡപത്തിൽ നടക്കും. അവിടെ നമ്മുടെ സമൂഹത്തിൽ തന്നെ വേണ്ടപ്പെട്ടവരെ കുറച്ചൊക്കെ ആദരിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ SNDP യോഗത്തിൻ്റെ കൗൺസിലറായിട്ടുള്ള ഷീബ ടീച്ചറുടെ മുഖ്യ പ്രഭാഷണവും അതേപോലെ തന്നെ അനുമോദനങ്ങൾ അനുമോദനങ്ങൾ. ഇതേസമയം യൂണിയന് കീഴിലുള്ള ശാഖകളിലും ആഘോഷ കമ്മിറ്റി ചെയർമാൻമാരുടെ നേതൃത്വത്തിൽ പതാകകൾ ഉയർത്തി. ഇതോടെ ശ്രീനാരായണ ഗുരുദേവന്റെ 170ാം ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. യോഗം കൗൺസിലറും യൂണിയൻ കൺവീനറുമായ PK പ്രസന്നൻ ആമുഖ പ്രസംഗം നടത്തി. യോഗം കൗൺസിലറും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാനുമായ ബേബി റാം, ഭാരവാഹികളായ ഡിൽഷൻ കൊട്ടേക്കാട്ട്, MK തിലകൻ, KD വിക്രമാദിത്യൻ, ദിനിൽ മാധവ്, KS ശിവറാം, ഷിയ വിക്രമാദിത്യൻ, ഷീജ അജിതൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആർഭാടങ്ങൾ ഒഴിവാക്കി വയനാട് ദുരന്തത്തെ തുടർന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി മാറുവാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകും. ഈ ഫണ്ടിലേക്ക് ശാഖകളിൽ നിന്നുള്ള വിഹിതങ്ങളും ഉണ്ടാകും. അതേസമയം ഘോഷയാത്രയിൽ ശാഖകളിൽ നിന്നും കൂടുതൽ പേരെ പങ്കെടുപ്പിക്കും. 20-ന് വടക്കേ നടയിലുള്ള മുഗൾ മാൾ പരിസരത്ത് നിന്നും വൈകിട്ട് 4-ന് ഘോഷയാത്ര പുറപ്പെട്ട് ടൗൺ ചുറ്റി കാവിൽ തെക്കേ മൈതാനിയിൽ സമാപിക്കും. തുടർന്ന് നവരാത്രി മണ്ഡപത്തിൽ വനിതാ സംഘത്തിന്റെ അവതരണ ഗാനത്തോടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കും. യൂണിയൻ നടത്തിയ കലാസാഹിത്യ കൈക്കുട്ടിക്കളി മത്സര വിജയികൾക്ക് സമ്മാനദാനവും നടത്തും. തുടർന്ന് കൈക്കുട്ടി കളി മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ ടീമുകളുടെ പ്രദർശന കൈക്കുട്ടിക്കളിയും നടക്കുമെന്ന് ചെയർമാൻ PK രവീന്ദ്രൻ, യൂണിയൻ കൺവീനർ PK പ്രസന്നൻ, യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ബേബി റാം എന്നിവർ പറഞ്ഞു.